അയ്യോ, ചോറൊന്നും കഴിച്ചില്ലായിരുന്നു. നമ്മൾ ഇത്രയും നേരം പാട്ടും ഡാൻസും ഒക്കെ ചെയ്തില്ലേ? ഇല്ലേ? ആര് ചെയ്യട്ടെ? ലാസ്റ്റ് ആണ് അവസരമുണ്ട്. അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച പാഠം ഏതായിരുന്നു? പറഞ്ഞോ ടീച്ചറെ. പ്രകാശം നീതിന്യായത്തിൽ. ഇന്ന് എത്രാമത്തെ ദിവസമാണ്? 5 6. 6ാമത്തെ ദിവസം നമുക്ക് പഠിക്കേണ്ട പാഠം പ്രകാശം നന്ദി അർപ്പണത്തിൽ. എന്താണ് പ്രകാശം? നന്ദി അർപ്പണത്തിൽ. ഈ പാഠത്തിൻ്റെ വേദഭാഗം ലൂക്കോസ് 17:11 മുതൽ 19 വരെയാണ്. ഞാനൊരു സംഭവം പറഞ്ഞുതരാം. യേശുവും ശിഷ്യന്മാരും ചേർന്ന് ഒരു ദിവസം യെരൂശലേമിലേക്ക് പോവുകയായിരുന്നു. എങ്ങോട്ട് പോവുകയായിരുന്നു? യെരൂശലേമിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് 10 കുഷ്ഠരോഗികളെ യേശു കാണുകയാണ്. അപ്പോൾ യേശുവിനെ കണ്ട ഉടനെ ഈ കുഷ്ഠരോഗികൾ പറയാണ്, യേശുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇതിന് യേശു അവരോട് മറുപടി പറഞ്ഞത് 10 കുഷ്ഠരോഗികൾ. യേശു അവരോട് മറുപടി പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടുപോയി പുരോഹിതനെ കാണിക്കാനാണ്. എന്തിനായിരിക്കും പുരോഹിതനെ കാണിക്കാൻ പറഞ്ഞത്? അറിയാമോ ആർക്കെങ്കിലും? എന്തിനായിരിക്കും? അതെ തന്നെ. പണ്ടത്തെ കാലത്ത് കുഷ്ഠരോഗം മാറി എന്ന് സ്ഥിരീകരിക്കേണ്ടത് ആരാണ്? ഇന്നത്തെ പോലെ ഡോക്ടറൊന്നുമല്ല. ആ സ്ഥലത്തുള്ള പുരോഹിതനാണ് കുഷ്ഠരോഗം മാറിയോ, ഒരാൾക്ക് കുഷ്ഠരോഗം ഉണ്ടെങ്കിൽ അയാളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കും. അതിനുശേഷം കുഷ്ഠരോഗം മാറിയോ എന്ന് ഉറപ്പാക്കേണ്ടത് പുരോഹിതനാണ്. യേശുവിൻ്റെ വാക്ക് കേട്ട ഉടനെ തന്നെ ഈ 10 പേരും പുറപ്പെട്ടു പോവുകയാണ് പുരോഹിതനെ കാണാൻ വേണ്ടി. പുരോഹിതനെ കാണാൻ പോകുന്ന വഴിക്ക് വെച്ച് 10 പേർക്കും കുഷ്ഠം മാറി അവർ ശുദ്ധരായി തീരുന്നുണ്ട്. എന്നാൽ ഇതിൽ ഒരാൾ മാത്രം തിരികെ വന്നു. ആരാണ് തിരികെ വന്നത്? ശമരിയക്കാരനായ ഒരു കുഷ്ഠരോഗി, അതായത് അന്യജാതിയിൽപ്പെട്ട ഒരു കുഷ്ഠരോഗി മാത്രം തിരിച്ചു വന്ന് യേശുവിനോട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളിതേപോലെ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തു തരുമ്പോൾ അവരോട് നന്ദി അറിയിക്കാനുണ്ടോ? ഇല്ലേ? ഉണ്ട്. നല്ല കുട്ടി. ഇപ്പം നിങ്ങൾ ഇതേപോലെ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യുന്ന സഹായത്തിനോ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ പാരൻസ് ആയാലും അധ്യാപകരായാലും ഫ്രണ്ട്സ് ആയാലും ആരായാലും നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ സഹായത്തിനും ഉപകാരങ്ങൾക്കും എല്ലായ്പ്പോഴും അവരോട് കടപ്പെട്ടിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. താങ്ക്സ് എന്ന ഒരു വാക്ക് മാത്രമായാലും മതി. അത് നമ്മുടെ കടമയാണ്. അവർ നമുക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് ഒരു പ്രതിഫലം, അല്ലെങ്കിൽ അത് നമ്മുടെ കടമയാണ്. അതിലൂടെ അവർക്കൊരു സന്തോഷം ലഭിക്കും. അവർ വേറെ ഒന്നും നമ്മളടുത്ത് പറഞ്ഞില്ലെങ്കിലും അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പം ഇനിയും അതേപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടായിരിക്കും. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മദർ തെരേസയെ കേട്ടിട്ടുണ്ടോ? മദർ തെരേസയെ കുറിച്ച് ആരെങ്കിലും എന്തറിയാം? മദർ തെരേസയെ കുറിച്ച് പാവങ്ങളുടെ അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്നതാണ് മദർ തെരേസ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസ ഒരു രാജ്യത്ത് സന്ദർശിക്കാൻ പോയി. ഈ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ ഒരുപാട് നാളായി അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു ഒരു വീട്ടിൽ. മദർ തെരേസയും കൂടെയുള്ള സന്യാസിമാരും ചേർന്ന് ഈ അപ്പൂപ്പനെ സന്ദർശിക്കുകയും, ഈ അപ്പൂപ്പന് ആരുമില്ല, ഒരു ഇരുട്ടുള്ള മുറിയിൽ കിടക്കുകയാണ്. ഇരുട്ടുള്ള മുറിയിൽ ഒറ്റയ്ക്ക്, നേരെ ചികിത്സയോ മരുന്നുകളോ ഒന്നും ലഭിക്കാതെ ഒറ്റയ്ക്ക് കിടക്കുകയാണ് ഈ അപ്പൂപ്പൻ. ഇവർ ചെന്ന് ആ മുറി വൃത്തിയാക്കി. അവിടെ ഒരു വിളക്കുണ്ടായിരുന്നു, വർഷങ്ങളായി അത് പ്രകാശം തെളിയിച്ചിട്ടെന്നുള്ളൊരു വിളക്കുണ്ടായിരുന്നു. ആ വിളക്ക് ചെന്ന് കത്തിച്ച് അപ്പൂപ്പന് ആവശ്യമുള്ള ചികിത്സയും സഹായങ്ങളും മരുന്നുകളും ശുശ്രൂഷയെല്ലാം ചെയ്തിട്ട് അവർ തിരികെ പോയി. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരുപാട് നാളുകൾക്ക് ശേഷം മദർ തെരേസയുടെ ഓഫീസിലേക്ക് ഒരു കത്ത് വരികയാണ്. ആരുടെ കത്തായിരിക്കും അത്? അപ്പൂപ്പൻ്റെ കത്ത് തന്നെയായിരുന്നു. മദർ തെരേസ ഈ അപ്പൂപ്പന് ചെയ്തു കൊടുത്ത എല്ലാ സഹായത്തിനും നന്ദി അറിയിച്ചു കൊണ്ടുള്ള ഒരു കത്തായിരുന്നു. അന്ന് മദർ തെരേസ അദ്ദേഹത്തിൻ്റെ മുറി വൃത്തിയാക്കി ആ വിളക്ക് തെളിയിച്ചിലൂടെ അയാളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രകാശം ഉണ്ടായി. അയാൾ എല്ലായിടത്തു നിന്നും ഒറ്റപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ആ ജീവിത രീതികളെല്ലാം മാറി അയാൾ ആരോഗ്യത്തോടെ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആ കത്ത്. അപ്പോൾ ഇതേപോലെ
നാമം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില ഒരുപാട് വിഷമിച്ചിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികളും പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ ഇതേപോലെ ഒരു വെളിച്ചമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരൂലേ? അതേപോലെയുള്ളവരോട് എല്ലായ്പ്പോഴും കടപ്പെട്ടിരിക്കണം. അവർ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ പോലും നമ്മൾ അവരോട് എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടി അവർ ചെയ്ത നന്മകൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ മനപ്പാഠം എന്താണെന്ന് അറിയാമോ? സങ്കീർത്തനം 103:2. സങ്കീർത്തനം 103:2. ഒരാളെ എഴുന്നേറ്റ് വന്നേ വായിക്കേ. സങ്കീർത്തനം 103:2. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ എന്നത് വാക്യം എന്താ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആരെങ്കിലും പഠിച്ചോ? എല്ലാവരും പഠിച്ചിട്ട് പറഞ്ഞേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനം 103:2. ഒരു കയ്യടി കൊടുത്തേ. സങ്കീർത്തനം 103:2. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനം 103:2. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. ഒരു കയ്യടി കൊടുത്തേ. ഇനി ആരെങ്കിലും പഠിച്ചോ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനം 103:2. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എല്ലാവരും വാക്യം പഠിച്ചോ? ഒന്നിച്ച് പറഞ്ഞ എല്ലാവരും.